ബ്യൂട്ടീഷ്യൻ ചെയ്തെന്ന് പറഞ്ഞ സ്ഥലത്ത് ശരി സമ്മതിച്ചു. ഇതെന്തിനുള്ളതാ? പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനുള്ളതല്ലേ? ഈ പറയുന്ന പെണ്ണുങ്ങൾക്കും അവർക്കും മറ്റുള്ള ചോദ്യം ചെയ്യുന്നവർക്കും മാത്രം ഒരുങ്ങാനുള്ളതാണോ? സൗമ്യവധ കേസിനകത്ത് ഗോവിന്ദചാമീനെ ഇറക്കിയതുപോലെ ഇതിന്റെ പിന്നിൽ വേറൊരു കളിയും കൂടെ ഇപ്പൊ നടക്കണമെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഈ തൂക്കയർ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, തൂക്കയർ അപ്പൊ തന്നെ കൊടുത്ത് കൊല്ലണം. ഞാൻ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഹൈക്കോടതി മെട്രോയുടെ സമീപത്തോടി വന്നപ്പം ഒരു സംഭാരം വിൽക്കുന്ന ഒരു ആളിനെ കണ്ട്. ഇത് എല്ലാവർക്കും ചിലപ്പം പരിചയം കാണും. ജിഷയുടെ അമ്മയാണ് രാജേശ്വരി അല്ലേ? ജിഷയുടെ അമ്മയാണ് രാജേശ്വരി. അപ്പം ഇവിടെ സംഭാര കച്ചവടം, ജിഷ എല്ലാവർക്കും അറിയാം. ജിഷ കൊലപാതകവും അതിൻ്റെ കേസും മറ്റേ ഇപ്പൊ എത്ര നാളെ ഇവിടെ ഇവിടെ 5-6-7 മാസമായിട്ടുണ്ട് ഞാൻ വന്നിട്ട്. ആണോ? അല്ല, നേരത്തെ ഗവൺമെന്റ് പൈസയൊക്കെ തന്നില്ലേ? അങ്ങനെ ഗവൺമെന്റ് പൈസ തന്നത് എനിക്കല്ലല്ലോ, ജിഷമ്മക്കാണല്ലോ പൈസ കൊടുത്തത്. ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല. ഇല്ല, അത് വീട് പണിയാനോ സ്ഥലം മേടിക്കാനും വീട് പണിയാനോ. അത് ശരി. അല്ല, എന്താ ഈ മോര് കച്ചവടം ഇവിടെ തുടങ്ങാനൊരു കാരണം? കച്ചവടം എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കണ്ടേ, ജീവിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്, ഹോം നേഴ്സായിട്ട്. ഇപ്പൊ ജോലി കിട്ടാനുള്ള ആരോ എന്റെ ജോലിയൊക്കെ കളയിക്കണു. ജോലി കിട്ടാനുള്ള ജീവിക്കാൻ പാട്, ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഈ മോര് കച്ചവടം. അതുകൊണ്ടാണ് മോര് എന്തെങ്കിലും ചെയ്ത് ഒരു നേരത്തെ ആഹാരം കഴിക്കണ്ടേ. ജിഷ മാത്രമേ ഉള്ളൂ മോളായിട്ട്? അല്ല, ദീപയുണ്ട്, മൂത്തയാളുണ്ട്. അയാൾക്ക് ഈ ആസ്മാരത്തിന്റെ അസുഖമൊക്കെ വന്ന ആളാ, സുഖമില്ലാത്ത ഒരാളാ. 2.5 വയസ്സിൽ വന്നതാണ്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ് മരുന്ന് മുടങ്ങരുത്, സ്ഥിരം കൊടുക്കണം. പിന്നെ ഞാൻ തന്നെ നിർത്തിയത്. താമസം ഇടയ്ക്ക് വീട്ടിൽ പോകും, ഇടയ്ക്ക് ജോലി സ്ഥലത്ത് ഉണ്ടാവും താമസം, ഇടയ്ക്ക് ഇവിടെ ഉണ്ടാവും. വീട് നമ്മുടെ അകനാട് മുടക്കുഴ ഭാഗം. ശരി. അപ്പൊ ഈ ജിഷയുടെ ഈ കൊലപാതകം അതിന്റെ ഈ കാര്യങ്ങളൊക്കെ എന്താ ഇപ്പൊ അതിന്റെ കേസിന്റെ? ഞാൻ വലിയ കൊറോണയും 2ാമത് കൊറോണ വന്നപ്പോ കഴിഞ്ഞപ്പോ ഞാൻ കോടതി പോയിട്ടുണ്ടായിരുന്നു. അന്ന് എത്രയും വേഗം അവനെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ കൊന്നിട്ടില്ല. അപ്പൊ അത് എത്രയും വേഗം അവനെ കൊല്ലണമെന്നും പറഞ്ഞ് ഞാൻ പരാതിയും കൊണ്ട് ചെന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു ഇനി ഇവിടെ അല്ല, ഇതിന്റെ മുകളിൽ വലിയ കോടതി ഉണ്ട് എന്നൊക്കെയാണ് അവര് പറഞ്ഞു വിട്ടത്. അപ്പൊ ഞാൻ എഴുതി കൊണ്ടുപോയ പരാതിയൊന്നും അവര് മേടിക്കാൻ തയ്യാറായില്ല. ഏത് കാലത്താ കൊറോണ ഇല്ലാത്ത ആ കാലത്ത് ചെല്ലാനാ പറഞ്ഞത്. ഇപ്പൊ കൊറോണ ഇല്ലല്ലോ. ഇപ്പൊ കൊറോണ ഇല്ല. അപ്പൊ അങ്ങനെ ആ കാലത്ത് ചെല്ലുന്നു. ഏത് കാലമൊക്കെ കൊറോണ ഇല്ലാതെ ഈ വന്ന കാലമൊന്നും നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ കൊച്ചിനെ കൊന്ന പ്രതിനെ ഇങ്ങനെ കൊല്ലാണ്ട് വെച്ചുകൊണ്ടിരുന്ന് കാത്തിരിക്കണേ. വക്കീലിനെ വിളിച്ചു ചോദിച്ചു, ഞാൻ അമീർ ഇസ്ലാമിനെ ഒന്ന് കാണട്ടെ, അവനവിടെ സെൻട്രലിലുണ്ടോ ഒന്ന് കാണട്ടേന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അങ്ങനെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്റെ കൊച്ചിന് ഇത്രയും കൊല്ലാൻ അവർക്ക് കുഴപ്പമുണ്ടായില്ല എന്റെ വീട്ടിൽ കയറി കൊച്ചിനെ കാണുന്നതിന്. ഒത്തിരി ലക്ഷങ്ങളൊക്കെ തന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എന്ത് ചെയ്യും? ഇല്ല, സർക്കാർ ഒത്തിരി ലക്ഷങ്ങളും തന്നില്ല, ഒന്നും തന്നില്ല. സർക്കാർ ആരാണ് കാശ് പിരിച്ചതെന്നും എനിക്കറിയില്ല. കുറെ ആളുകൾ കൂടി കാശ് പിരിച്ചു. പക്ഷെ കൊച്ചു പിരിച്ചപ്പോ കാശിന്റെ പുറകെ ഒന്നും എനിക്ക് ഓടാൻ പറഞ്ഞു. ഇങ്ങനെ പിന്നെ ജിഷയുടെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പോകുന്നു? ഞാൻ അല്ല, ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ. അല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ബ്യൂട്ടീഷ്യൻ ചെയ്തെന്ന് പറഞ്ഞ സ്ഥലത്ത് ശരി സമ്മതിച്ചു. ഇതെന്തിനുള്ളതാ? പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനുള്ളതല്ലേ? ഈ പറയുന്ന പെണ്ണുങ്ങൾക്കും അവർക്കും മറ്റുള്ള ചോദ്യം ചെയ്യുന്നവർക്കും മാത്രം ഒരുങ്ങാനുള്ളതാണോ? അല്ല, എല്ലാവർക്കും എല്ലാവർക്കും ഈ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ മക്കൾക്ക് ജീവിക്കുന്നതിനും ഒന്ന് ആരെ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല. പോയി, പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിൽ ബ്യൂട്ടി പാർലർ നടത്തണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ 3-4 പെണ്ണുങ്ങൾ തയ്ക്കണ്ടായിരുന്നു, തുണി തയ്ക്കാനായിട്ട് പോയതാ. പിന്നെ 2-3 കുറച്ച് തുണി കഴുകാൻ കൊടുത്തായിരുന്നു. അപ്പോൾ വരുമ്പോൾ അവരമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ എന്നോട് തീരുമാനം പ്രസാദം തന്നു പറഞ്ഞു, എനിക്ക് ഭയങ്കര ദോഷമാണ്, അമ്മ കുടുംബക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴാൻ പറഞ്ഞു, ഒരു അന്നദാനം കൊടുക്കാൻ പറഞ്ഞു. അപ്പം അന്ന് ഒരാഴ്ചക്ക് മുമ്പ് തുണി അലക്കാൻ കൊടുത്തത് അവിടെ 2 സെറ്റ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിലെ ഉടമസ്ഥ പിള്ളേരോട് പറഞ്ഞു, എനിക്ക് ഒരു ജോഡി സെറ്റ് വേണം, നിങ്ങൾ വന്നിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. അപ്പം അന്ന് ഞാൻ പെരുമ്പാവൂരൊരു മൂക്കടാന്നും പറഞ്ഞ് ഒരു സാറിൻ്റെ വീട്ടിൽ നിൽക്കുക. അതിൻ്റെ ഒരു മോളേ ഉള്ളൂ, മോളുടെ പ്രസവത്തിന് നിന്നിരുന്നു. അപ്പോൾ അവർ ദുബായി പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കൊച്ചിനെ കാണണ്ടേ ചേച്ചി വീട്ടിലേക്ക് വന്നു പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കറിയില്ല, എന്നോടൊന്നും പറയാറുമില്ല. കോടതി ആയാലും വക്കീലന്മാരായാലും
ആരും ഒന്നും തന്നെ ഇന്ന് വരെ വിളിച്ച് പറയുകയോ മിണ്ടോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. വിധി എന്തായിരുന്നു വന്നത്? വിധി അതിന് ഇപ്പുറമൊന്നും എന്നോടൊന്നും പോലീസോ നിയമോ കോടതി ജഡ്ജിയോ കോടതിയിൽ നിന്ന് ഒന്നും വിധി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അന്ന് ലാസ്റ്റ് കേസ് തീർത്ത ദിവസം അവിടെ നിന്ന് ആ ലാസ്റ്റ് തീർത്ത കോടതിയിൽ വെച്ച് അമീർ ഇസ്ലാമിനെ എത്രയും വേഗം തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞാണ് അന്ന് വിധി പറഞ്ഞത്. പിന്നെ അതിന് ശേഷം ഇപ്പം ഇങ്ങോട്ട് എങ്ങനെയാണെന്നറിയില്ല. സൗമ്യ വധക്കേസിനകത്ത് ഗോവിന്ദചാമീനെ ഇറക്കിയതുപോലെ ഇതിൻ്റെ പിന്നിൽ വേറൊരു കളിയും കൂടെ ഇപ്പം നടക്കണമെന്ന് ആളുകൾ പറയുന്നുണ്ട്. ആളൂരാണെങ്കിലും ഈ അമീർ ഇസ്ലാമിന് എവിടെ നിന്ന് ഈ ആളൂരിനെ കൊണ്ടുവന്ന് കേസ് എടുത്താൽ കാശ് കിട്ടുകയാണ് അത് ആളൂരിനെ കേസ് എടുത്തണമെങ്കിൽ 1.5 കോടി ലക്ഷം രൂപ വേണം. ഈ അമീർ ഇസ്ലാമിന് എവിടെ നിന്ന് ഈ പൈസ ഇത്രയും ദരിദ്രനായവന് എവിടെ നിന്ന് ഇത്രയും കാശ് പിന്നെ കിട്ടണം? എവിടെ നിന്നാ? അതും ഈ 10-38 കുത്തണമെങ്കിൽ ഒരാൾക്ക് തന്നെ കുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. കേസിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വാസം? 9 കൊല്ലാവാൻ വേണം കൊച്ചിനെ കൊന്നിട്ട്. ആ പ്രതിന് ഇതുവരെ മഹാത്മാഗാന്ധി ജയിലിൽ കിടന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിച്ചിട്ടിട്ട് ഗോതമ്പാ തിന്നുകൊണ്ടിരുന്നത്. ഇന്ന് പ്രതികളെ അമ്മയും കുഞ്ഞുങ്ങളെയും 9 വയസ്സോ കുഞ്ഞുങ്ങൾ വരെയും കൊന്നിട്ട് കൈയും കാലും പിഴുതു മാറ്റി ചാക്കിലാക്കി വേസ്റ്റിലോട്ടേക്ക് കൊണ്ടുവന്നിടണം. അങ്ങനെയുള്ള അവർക്കൊന്നും ഇന്ന് ഇവിടെ നീതി കിട്ടിയിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല. കാരണം ഈ പറച്ചിലല്ലാതെ പ്രതിനെ തൂക്കി കൊല്ലുന്നുണ്ടോ? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ പ്രതി ആദ്യം എന്താ പറയുക? പോലീസ് എന്നെ തല്ലി. പിന്നെ പറയണെന്താ? ഒരു മഞ്ഞ പേപ്പർ കൊടുക്കും. ഈ മഞ്ഞ പേപ്പർ കൊടുത്ത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവനൊരു വെള്ള പേപ്പറും കൊടുക്കും, ഡോക്ടറിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ പെണ്ണുങ്ങളെയും എൻ്റെ മോളെയും സൗമ്യനെയും ഒക്കെ കൊന്ന ഈ കൊലപാതകങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലാനും ബലാത്സംഗം ചെയ്യുന്നവരെയും ഒരു മെൻ്റലും ഇല്ല അല്ലേ? ഒന്ന് കഴിഞ്ഞ് എല്ലാം മേളം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർക്ക് മെൻ്റലും തന്നെ. ആ സമയം ഈ കൊല്ലുന്നൊരു മെൻ്റലില്ലാത്തവന് കൊന്നു കഴിഞ്ഞിട്ട് തൂക്കയറിടാൻ നേരത്തെ എന്താ അവന് മെൻ്റൽ വന്നേ? ഇവിടുന്ന് വന്നതാ. ആ സമയത്ത് എങ്ങനെ മെൻ്റൽ ഉണ്ടാവണേ? ഒരു രോഗിക്ക് രോഗം ഉണ്ടാവണമെങ്കിൽ സ്ഥിരമായിട്ട് രോഗമുള്ള ഒരാളായിരിക്കണം. ഇത് പെൺകൊച്ചുങ്ങളെയും കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൊന്നൊതുക്കി ബലാത്സംഗം ചെയ്തേച്ചും അത് കഴിഞ്ഞേച്ച് അവൻ മെൻ്റലാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും ഇവിടെ നീതി കിട്ടുന്നുണ്ട്. ഈ സൗമ്യയുടെ അമ്മയ്ക്കും എൻ്റെ ജിഷമ്മക്കും 9 വയസ്സോ കൊച്ചിന് ഇപ്പോൾ പറയണ്ട 9 വയസ്സായ കൊച്ചിനെ തൂക്കുകയറ് കൊല്ലാനിടണമെന്ന് പറഞ്ഞാൽ പോരാ. ആ പറയുമ്പോൾ തന്നെ അങ്ങോട്ട് കൊന്നു കളയണം. അതാണ് ശരി. 9 വർഷമല്ലേ ജിഷ കൊലപാതകം? 9 കൊല്ലം ആവണമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ എൻ്റെ കണക്കൂട്ടിൽ എന്നാലും ഏകദേശം ആവാറായി. പക്ഷേ ഈ വലിയ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ 9 കൊല്ലം തികയുന്നതാണ് എൻ്റെ കണക്കൂട്ടിൽ. ഈ ഇത്രയും കൊല്ലം കൊന്നിട്ട് അന്ന് പ്രതിനെ പിടിച്ചപ്പോൾ എത്രയും വേഗം കൊല്ലുമെന്ന് പറഞ്ഞു. അന്ന് ആ പ്രതിനെ എത്രയും വേഗം കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ കൊല്ലാൻ പറഞ്ഞു. അന്ന് കൊന്നിരുന്നെങ്കിൽ ഇന്ന് സൗമ്യ മരിക്കൂല, ഈ പറഞ്ഞ ജിഷാമോളും മരിക്കൂല, 9 വയസ്സായ കൊച്ചു മരിക്കൂല, ആരും മരിക്കൂലായിരുന്നു. ഈ സൗമ്യക്ക് ഈ അപകടം ഉണ്ടായിപ്പോൾ. സൗമ്യനെ കൊന്ന സമയത്ത് തന്നെ ആ ഗോവിന്ദചാമീനെ കൊല്ലാൻ എത്ര തവണ പറഞ്ഞു. എന്തുകൊണ്ട് കൊന്നില്ല? ഈ കൊന്നു കഴിഞ്ഞേച്ചും അവർ കൊണ്ടുവന്ന് നല്ല സുഭിക്ഷിതമായ തീറ്റയും കൊടുത്ത് സെൻട്രയിൽ ജീവിപ്പിക്കുക. ആ തൂക്കി കൊല്ലുക. 9 വയസ്സോ കൊച്ചിന് തൂക്കയറ് കൊടുത്തിട്ടുണ്ട്. ഈ തൂക്കയറ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, തൂക്കയറ് അപ്പം തന്നെ കൊടുത്ത് കൊല്ലണം.